ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെയല്ല, മറിച്ച് അമ്പരപ്പിക്കുന്ന വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാമ്രാജ്യത്തെയാണ്. 2026 ജനുവരി 20-ന് തന്റെ രണ്ടാം ടേമിലെ ആദ്യ വർഷം പൂർത്തിയാക്കുമ്പോൾ ട്രംപും കുടുംബവും മുൻപെങ്ങുമില്ലാത്ത വിധം സമ്പന്നരായി മാറിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് രാജാവെന്ന പഴയ പ്രതിച്ഛായയിൽ നിന്നും ക്രിപ്റ്റോ കറൻസി, അത്യാധുനിക ഊർജ്ജ സാങ്കേതികവിദ്യ, ആഗോള ബ്രാൻഡിംഗ് ഡീലുകൾ എന്നിവയിലേക്ക് ചുവടുമാറ്റിയ ട്രംപ് അധികാരവും ബിസിനസ്സും എങ്ങനെ ഒരേപോലെ കൊണ്ടുപോകാമെന്നതിൻ്റെ പുതിയ പാഠങ്ങളാണ് ലോകത്തിന് മുന്നിൽ തുറന്നിടുന്നത്. പരമ്പരാഗതമായി ട്രംപിൻ്റെ സമ്പത്ത് ലക്ഷറി ഹോട്ടലുകളും ഗോൾഫ് കോഴ്സുകളുമായിരുന്നു എങ്കിൽ ഇത്തവണ അത് 2024 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഈ ചിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഫോബ്സ് മാസികയുടെ കണക്കുകൾ പ്രകാരം ട്രംപിൻ്റെ ആസ്തി $700 കോടി 1000 കോടി ഇടയിലാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ട്രംപ് ടവർ, മാറേ ലാഗോ തുടങ്ങിയ പ്രമുഖ വസ്തുവകകൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ നട്ടെല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ നയിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലെ പുത്തൻ നിക്ഷേപങ്ങളാണ്. ഭരണാധികാരി എന്ന നിലയിലുള്ള സ്വാധീനവും വ്യക്തിപരമായ ബിസിനസ് താൽപ്പര്യങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നു എന്ന വിമർശനങ്ങളെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു കഴിഞ്ഞ 12 മാസത്തെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കുതിച്ചുചാട്ടം. ട്രംപിൻ്റെ സാമ്പത്തിക വിപ്ലവത്തിൽ ഏറ്റവും നിർണായകമായത് അദ്ദേഹത്തിൻ്റെ ക്രിപ്റ്റോ കറൻസിയിലേക്കുള്ള ചുവടുമാറ്റമാണ്. ഒരു കാലത്ത് ഡിജിറ്റൽ കറൻസികളെ തട്ടിപ്പ് എന്ന് വിളിച്ച് പുച്ഛിച്ച ട്രംപ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ അനുകൂലിയായി മാറിയിരിക്കുന്നു. അധികാരമേൽക്കുന്നതിന് 3 ദിവസം മുമ്പ് സ്വന്തമായി മെമേകോയിൻ പുറത്തിറക്കിയ അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളുമായി ചേർന്ന് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ സ്ഥാപനവും ആരംഭിച്ചു. ഈ സ്ഥാപനത്തിലൂടെ മാത്രം 100 കണക്കിന് കോടി രൂപയുടെ ലാഭമാണ് ട്രംപ് കുടുംബം ഉണ്ടാക്കിയത്. അമേരിക്കൻ സർക്കാരിലെ നയരൂപീകരണങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരാൾ തന്നെ ഒരു പ്രത്യേക ബിസിനസ് മേഖലയിൽ നിക്ഷേപം നടത്തുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ പ്രകടമായത്. ക്രിപ്റ്റോ കമ്പനികൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഉദ്ഘാടന ചടങ്ങുകൾക്കുമായി കോടികൾ നൽകിയത് ഈ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൻ്റെ വളർച്ചയും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. കമ്പനിയുടെ വരുമാനം വളരെ കുറവാണെങ്കിലും അതിൻ്റെ വിപണി മൂല്യം ശതകോടികളായി ഉയർന്നു. 2025 ഡിസംബറിൽ TAE ടെക്നോളജീസ് എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ കമ്പനിയുമായി ട്രൂത്ത് സോഷ്യൽ ലയിച്ചത് ഈ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക നീക്കമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായ വൻതോതിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം ട്രംപിനെ ഊർജ്ജ മേഖലയിലെയും സമ്പന്നനാക്കി മാറ്റി. ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കടുപ്പമുള്ള ഒരു മേഖലയിൽ പ്രസിഡന്റ് തന്നെ ഒരു വലിയ പങ്കാളിയായി വരുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. ട്രംപിൻ്റെ മക്കളും ഈ സാമ്പത്തിക നേട്ടങ്ങളിൽ ഒട്ടും പിന്നിലല്ല. മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിൻ്റെ സമ്പത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 6 ഇരട്ടിയാണ് വർദ്ധിച്ചത്. അദ്ദേഹം പങ്കാളിയായ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സർക്കാർ കരാറുകൾ നേടിയെടുത്തു. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ്, പ്രതിരോധ കരാറുകാരായ ആൻഡൂറിൻ തുടങ്ങിയ വൻകിട കമ്പനികളുമായുള്ള സഹകരണം ട്രംപ് ജൂനിയറിന് കോടികളുടെ ലാഭമാണ് നേടിക്കൊടുത്തത്. ഭരണകൂടം നൽകുന്ന കരാറുകൾ സ്വന്തം കുടുംബത്തിൻ്റെ കമ്പനികളിലേക്ക് എത്തുമ്പോൾ അത് ധാർമ്മികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് ഇവർ മുന്നോട്ട് പോവുകയാണ്. പ്രഥമ വനിത മെലാനിയ ട്രംപും ബിസിനസ് രംഗത്ത് സജീവമാണ്. ആമസോൺ സ്റ്റുഡിയോസുമായി ചേർന്ന് തൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെൻ്ററിക്കായി $40 ദശലക്ഷം വരുന്ന വമ്പൻ കരാറിലാണ് അവർ ഒപ്പിട്ടത്. സാധാരണയായി ഇത്തരം ഡോക്യുമെൻ്ററികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് മെലാനിക്ക് ലഭിക്കുന്നത് എന്നത് ഭരണത്തിലുള്ള സ്വാധീനത്തിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആഗോളതലത്തിൽ ട്രംപ് ഓർഗനൈസേഷൻ നടത്തിയ ബ്രാൻഡിംഗ് ഡീലുകളും ശ്രദ്ധേയമാണ്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ വമ്പൻ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിൽ ട്രംപിൻ്റെ പേര് ഉപയോഗിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ലൈസൻസിംഗ് ഫീസായി ലഭിക്കുന്നത്. ഈ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഈ ബിസിനസ് ഇടപാടുകളെ ബാധിക്കുന്നുണ്ടോ എന്നത് ചോദ്യചിഹ്നമാണ്. ഉദാഹരണത്തിന് UAEയിലെ ഒരു കമ്പനി ട്രംപിൻ്റെ ക്രിപ്റ്റോ സംരംഭത്തിൽ വൻ നിക്ഷേപം നടത്തിയതിന് തൊട്ടു പിന്നാലെ ആ കമ്പനിക്ക് അത്യാധുനിക കമ്പ്യൂട്ടർ ചിപ്പുകൾ കൈമാറാൻ വൈറ്റ് ഹൗസ് അനുമതി നൽകിയത് വിവാദമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ കസേര മാത്രമല്ല, വ്യക്തിപരമായ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണെന്ന് ട്രംപ് തൻ്റെ രണ്ടാം വരവിലും തെളിയിക്കുകയാണ്. ചുരുക്കത്തിൽ ട്രംപ് 2.0 എന്നത് രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു മാതൃകയായാണ് വിലയിരുത്തപ്പെടുന്നത്. പഴയകാല പ്രസിഡന്റുമാർ തങ്ങളുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ മാറ്റിവെച്ചിരുന്നിടത്ത് ട്രംപ് അവയെ ഭരണത്തിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകുന്നു.
വരും വർഷങ്ങളിൽ ട്രംപിൻ്റെ ഈ സാമ്പത്തിക പരീക്ഷണങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയ ധാർമ്മികതയെയും എങ്ങനെ മാറ്റിമറിക്കും എന്നത് വരും തലമുറയ്ക്ക് വലിയൊരു പഠന വിഷയമായിരിക്കും. ചുരുക്കത്തിൽ ട്രംപ് 2.0 എന്നത് രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഒരു മാതൃകയായാണ് വിലയിരുത്തപ്പെടുന്നത്. പഴയകാല പ്രസിഡന്റുമാർ തങ്ങളുടെ ബിസിനസ് താൽപ്പര്യങ്ങൾ മാറ്റിവെച്ചിരുന്നിടത്ത് ട്രംപ് അവയെ ഭരണത്തിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുപോകുന്നു. വരും വർഷങ്ങളിൽ ട്രംപിൻ്റെ ഈ സാമ്പത്തിക പരീക്ഷണങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയ ധാർമ്മികതയെയും എങ്ങനെ മാറ്റിമറിക്കും എന്നത് വരും തലമുറയ്ക്ക് വലിയൊരു പഠന വിഷയമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.